അസൽ കൊട്ടേഷൻകാരുടെ പണിയാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എടുത്തത്. ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതിന് പ്രായോഗികതയിലേക്ക് വരുമ്പോഴേക്കൊന്നും അതൊന്നുമില്ല. ഞാൻ ആരുടെയും നാവായി നിൽക്കാനും ആഗ്രഹിക്കുക. അങ്ങനെ നാവായി നിൽക്കണമെങ്കിൽ എത്രയോ കാലം മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഇതൊക്കെ. നിശബ്ദതയെ ഒരു സമരമാക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. കാരണം വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് നിശബ്ദമായി എന്നുള്ളത് എന്നെ അറിയുന്നവരല്ലേ സമൂഹവും അറിയുമല്ലോ. ഞാൻ പാർട്ടിയല്ല ഞാൻ ഇപ്പോഴും പറയുന്നത്. അപ്പം പാർട്ടി എന്ന് പറയുന്നത് ഒരു ബോധ്യമാണ് എല്ലാവരുടെയും. നമസ്കാരം. കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തിലുണ്ടാകുന്ന അകത്തും പുറത്തുമുണ്ടാകുന്ന ചെറിയ വിവാദങ്ങൾ പോലും വലിയ ചർച്ചയാവാറുണ്ട്. അടുത്തിടെ ചർച്ചയായത് മുൻ DYFയുടെ ജില്ലാ അധ്യക്ഷനായിരുന്ന മനു തോമസിൻ്റെ ചില പ്രതികരണങ്ങളും മറ്റുമാണ്. മനു തോമസ് നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയായിരുന്നു ഇപ്പോൾ പുറത്താക്കൽ എന്ന രീതിയിലാണ് ചർച്ച ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെ അത് ഒഴിവാക്കപ്പെട്ടു എന്നുള്ള വിശദീകരണം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. അത് ഈ പറഞ്ഞതുപോലെ ഇപ്പം ഈ സംവാദങ്ങളും ചർച്ചകളൊക്കെ തുടങ്ങുന്നത് CPMൻ്റെ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ഒരു 13 മാസക്കാലമായി ഞാൻ പ്രവർത്തന രംഗത്തില്ലാത്തതുകൊണ്ടും ഈ കഴിഞ്ഞ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ മെമ്പർഷിപ്പ് പുതുക്കാത്തതിനാലും ജില്ലാ കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് അംഗത്വം പുതുക്കാത്തത് കൊണ്ടും അവരുടെ സംഘടനാപരമായ ഒരു കീഴ്വഴക്കമനുസരിച്ച് എന്നെ ആ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളൊരു നടപടി സ്വീകരിക്കാനുണ്ടായത്. ഒഴിവിലേക്ക് പുതിയ ആളെയൊക്കെ നിശ്ചയിക്കുന്ന ഇതാണ് ചെയ്തത്. അതിനെ തുടർന്ന് അന്ന് ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ് അന്നേ ദിവസം വൈകുന്നേരം പിറ്റേന്നൊക്കെയായി ഈ എന്നെ സാധാരണതയിൽ പാർട്ടിയിൽ നിന്നും ഈ പറഞ്ഞ സാങ്കേതികമായ കാരണങ്ങളെ ഒഴിവാക്കിയതിനെ ആ വാർത്ത ചോർത്തി, അങ്ങനെയാണല്ലോ എൻ്റെ പദം, ചോർത്തുക എന്നാണല്ലോ പറയുക. കാരണം പാർട്ടി ഔദ്യോഗികമായി പുറത്ത് കൊടുക്കാത്ത ഒരു കാര്യം, അല്ലെ സംഘടനയ്ക്കകത്ത് പോലും താഴേക്ക് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങാത്തൊരു കാര്യം ഈ പറഞ്ഞതുപോലെ ഒരു മീഡിയയ്ക്ക് എത്തിച്ചു കൊടുക്കുകയും, മീഡിയയ്ക്ക് എത്തിച്ചു കൊടുക്കുക പറഞ്ഞാൽ ശരിയായ രീതിയിലാണ് എത്തിച്ചു കൊടുത്തെങ്കിൽ അതേപോലെയല്ലേ വാർത്ത വരേണ്ടത്. പക്ഷേ എത്തിച്ചു കൊടുത്തവർ എന്നെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടപടിയെടുത്ത് പുറത്താക്കി എന്നുള്ളതാണ്. അതിനകത്ത് അവരെ കുറച്ചുകൂടി കുറച്ച് മസാല കയറ്റി എന്നെ സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി, സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിൻ്റെ ഭാഗമായി പാർട്ടി പുറത്താക്കിയെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷെ മാധ്യമപ്രവർത്തകരുടേതായ ഒരു എത്തിക്സും പാലിക്കാതെ, അതൊരു ഫാക്ട് ചെക്കൊന്നും ചെയ്യാതെ നേരെ ആ വാർത്ത ഏറുകയാണ് ചെയ്തത്. അപ്പം അത് ലോകമാകെ എന്നെ അങ്ങനെയാണ് പുറത്താക്കുകയാണ് ചെയ്തതെന്നും ഈ ഒരു കാരണത്താലാണ് പുറത്താക്കിയതെന്നുള്ള വാർത്ത പ്രചരിച്ചു. അപ്പോൾ ഇതെനിക്ക് സുഹൃത്തുക്കളൊക്കെ അയച്ചിരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായി എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയത്. നമ്മൾ സാധാരണയിൽ ചിന്തിക്കാത്തൊരു കാര്യമാണത്. അപ്പം ഞാനൊരു സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നയാളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയ ഒരാളാണെങ്കിൽ എനിക്ക് പ്രയാസമില്ല. ചിലപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പരാതിയുടെ ഏതെങ്കിലും ഒരു കാര്യം ആയിരിക്കും പറയുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. അത്ര അല്ലെ എൻ്റെ പേരിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ, ഇത് അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ എനിക്ക് എന്നിൽ ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയത്. സ്വാഭാവികമായും ഞാൻ ഈ പറഞ്ഞ 13 മാസക്കാലം മുമ്പ് ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നയാളാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി മാസം നടന്ന മെമ്പർഷിപ്പ് പുതുക്കുന്ന ഘട്ടത്തിൽ പാർട്ടി നേതാക്കൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അതിന് തയ്യാറാവായിരുന്നതാണ്. അപ്പോൾ അത് സ്വാഭാവികമായും ഞാനൊരു നിശബ്ദമായി ഈ രംഗത്തു നിന്ന് മാറി നിൽക്കാമെന്നാണ് തീരുമാനിച്ചത്. അതിൻ്റേതായ കാരണങ്ങളുണ്ട്. ആ നിലയിലാണ്. അപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത വ്യാജമായി തെറ്റായി എനിക്ക് തന്നെ പ്രചരിപ്പിച്ചപ്പോൾ സുഹൃത്തുക്കളും ആളുകളും പറഞ്ഞു അത് പ്രതികരിക്കണം, അത് ഈ സമൂഹത്തോട് തുറന്നു പറയണം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ നിങ്ങളെ അറിയാത്ത ആളുകൾ, അറിയുന്ന ആളുകൾക്കറിയാം എന്നെ സംബന്ധിച്ച്, നിങ്ങളെ അറിയാത്ത ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ദൂരെ നിന്ന് കാണുന്ന ആളുകൾ ആ തെറ്റായ അസത്യം
അവിടെ വിശ്വസിച്ച് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ആലോചിച്ചപ്പോഴാണ് മാധ്യമങ്ങളോട് അന്ന് തന്നെ വൈകുന്നേരം ഞാൻ പറയാൻ തയ്യാറായത്. അപ്പോൾ അതിപ്പോൾ ഞാൻ ആ കാര്യം വിശദീകരിച്ചപ്പോൾ അത് ഏതാണ്ട് ഏറെക്കുറെ ക്ലിയറായി, പൊതുസമൂഹത്തിന് അത് ക്ലിയറായി. ഒപ്പം മാധ്യമ ചർച്ചകൾ, എല്ലാ മാധ്യമങ്ങളും അത് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഞാൻ പ്രവർത്തനം നിർത്തിയതിനെക്കുറിച്ച് പിന്നീട് ചർച്ചകളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനത്തെ ചർച്ചകൾക്ക് അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പിറ്റേ ദിവസം ഏതാണ്ട് ഉച്ചയോടുകൂടി പ്രസ് മീറ്റ് വിളിച്ച് മാധ്യമങ്ങളോട് വളരെ കൃത്യമായി ഈ മനു തോമസിനെ നടപടിയെടുത്ത് പുറത്താക്കിയതല്ല എന്നും ഏതെങ്കിലും ഒരു ആരോപണം അദ്ദേഹത്തിൻ്റെ മേലെ ഇല്ല എന്നും പകരം ഒരു സംഘടനാപരമായ രീതി അനുസരിച്ച് അദ്ദേഹം ഈ പറഞ്ഞ കാലയളവിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടും പ്രവർത്തനരംഗത്ത് വിട്ടുനിന്നുകൊണ്ടും പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഘടകത്തിലും ഒരു സ്വാഭാവിക നടപടി സ്വാഭാവികമായ നടപടി എന്നതിൽ അദ്ദേഹം അത് ക്ലിയറായി പറയുകയുണ്ടായി. അതന്ന് അവസാനിച്ചു. അതിനെ സംബന്ധിച്ചുള്ള മാധ്യമ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിറ്റേന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ്, ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം വീണ്ടും വളരെ ദുരുദ്ദേശപരമായിട്ടുള്ള പക്വതയില്ലാത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ വകയിടുകയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞതല്ല, അതിന് മുകളിൽ ചില കാര്യങ്ങൾ പറയണമെന്നൊക്കെ ഉള്ള ദ്യോനിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണ്. അത് തീർത്തും തെറ്റായ നിലയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാക്കി. അത് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമേ വാർത്ത ചോർത്തി നൽകിയ അത് പ്രചരിപ്പിച്ച ആളുകൾക്ക് സന്തോഷം നൽകുന്ന കാര്യമായി. അവരത് നല്ലതുപോലെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ആഘോഷമാക്കിയെടുത്തു. അപ്പോൾ എനിക്ക് വീണ്ടും പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്, എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു തുറന്ന സംവാദത്തിന്, ജനാധിപത്യപരമായ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ് താങ്കളോടൊന്ന് അദ്ദേഹത്തോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നാണ് പിന്നെ ബാക്കിയുണ്ടായിട്ടുള്ള ഈ പറഞ്ഞ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ഇതുവരെ എത്തി നിൽക്കുന്നത്. ഇത് ഇപ്പോൾ ഫേസ്ബുക്ക് വിവാദങ്ങൾ, സൈബർ യുദ്ധങ്ങളൊക്കെ ആ രീതിയിൽ അങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ തുടരുന്നൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. താങ്കൾ പറഞ്ഞ പോലെയുള്ള ആരോപണങ്ങൾ നടക്കുന്നതിനിടയിലുണ്ടായ അതിൻ്റെ ചില പ്രതികരണങ്ങളിലുള്ള കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി, ബിസിനസ് വിജയത്തിന് വേണ്ടിയൊക്കെ താങ്കളെ രാഷ്ട്രീയകാലം താങ്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ആക്ഷേപങ്ങളടക്കം അതിൽ പറയുകയുണ്ടായി. എന്താണ് അത്തരത്തിൽ എന്തെങ്കിലും, ഇപ്പോൾ താങ്കൾ പറഞ്ഞ അത്തരത്തിലൊരു പരാതി താങ്കൾക്കെതിരെ ആരും ഉന്നയിച്ചിട്ടില്ല എന്ന്, എന്നിട്ടും ഈ വിവാദം ഉണ്ടാകുന്നു. അത് തുടരുന്നതിനിടയിലാണ് വീണ്ടും ചില കോണുകളിൽ നിന്ന് അത്തരത്തിലൊരു ആക്ഷേപം വരുന്നത്. കച്ചവടം താല്പര്യങ്ങളാണ് ഇത്തരം മാറി നിൽക്കലിനും ഇത്തരം പ്രതികരണങ്ങൾക്കുമൊക്കെ പിന്നിൽ എന്നുള്ള ആക്ഷേപം ഉണ്ടാകുന്നു. അതെ, അത് ഞാനീ പറഞ്ഞ പാർട്ടി നേതാവിൻ്റെ അപക്വമായിട്ടുള്ള ഒരു പോസ്റ്റിനകത്താണ് അത് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് ഇപ്പം പറഞ്ഞതല്ല. ഇത് നേരത്തെ ഈ പറഞ്ഞ ഈ കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെതിരായി ഞാൻ സംഘടനയിൽ നിന്നുകൊണ്ട് പറയുകയും ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്ത സമയത്ത് എന്നെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അവരാണ് ഇതാദ്യം പറയാൻ തുടങ്ങിയത്. ഒരു 4-5 വർഷം മുമ്പ് അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? അന്നേ ഈ പറഞ്ഞ ആളുകൾ ഈ പറഞ്ഞ നിലയിൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയ എടുത്ത് പൊതുസമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ, അതായത് ഞാൻ അവരെ കൊട്ടേഷൻ മാഫിയ പ്രവർത്തനം നടത്തുന്നവരും സ്വർണ്ണം പൊട്ടിക്കൽ നടത്തുന്നവരും തെറ്റായ നിലയിൽ പാർട്ടി ബന്ധങ്ങളെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നവരുമാണ് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചവർ പറയാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കച്ചവടമില്ലേ, കൂട്ട് കച്ചവടമില്ലേ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ അന്ന് തന്നെ ഈ പറഞ്ഞ ഫേസ്ബുക്കിലൂടെ തന്നെ സോഷ്യൽ മീഡിയ സ്പേസിലൂടെ തന്നെ ഞാനതിന് അവരോട് മറുപടി പറഞ്ഞിരുന്നു. അവരോട്, കാരണം വെച്ചാൽ അതല്ലെങ്കിൽ പിന്നെ അവർ പറഞ്ഞ ആരോടും അവിടെ കിടക്കും, ഞാൻ മറുപടി പറയുന്നില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബന്ധമുണ്ട്, അത് പറയുന്നതിന് ദോഷം. ഞാൻ നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യുന്നത് അല്ല. ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ എൻ്റെ സഹോദരങ്ങളോ ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിൽ ഞാനൊരു ഈ സമൂഹത്തിലെ ഏറ്റവും മാന്യമായ ഒരു സംരംഭത്തിൻ്റെ ഭാഗമാകുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ പഠിച്ചവരും അല്ലെ സമകാലികരായിരുന്ന ആളുകളും എല്ലാം ചേർന്നുകൊണ്ട് ഞങ്ങളൊരു സംരംഭം തുടങ്ങുന്നു. എന്താ സംരംഭം? എന്താ? അത് വേറൊന്നുമല്ല. അത് ഈ നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ മുറിക്കുന്ന കേക്ക് ഉണ്ടല്ലോ, ഫസ്റ്റ് ക്രീം കേക്ക്, ആ കേക്ക് നിർമ്മിക്കുന്ന യൂണിറ്റാണ്, അല്ലാതെ വേറൊന്നുമല്ലത്.
അത് എൻ്റെ ഒരു സ്വാഭാവികമാണ്. ഞാൻ അതുമാത്രമല്ല, മറ്റു പല കാര്യങ്ങളും എൻ്റെ ഈ കാലയളവിൽ നമ്മുടെ എന്താ പറയുക വരുമാനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വാഭാവികമായും പാർട്ടി പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് വെച്ചാൽ പാർട്ടി പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും ഒരു ജാഥയ്ക്കോ അല്ലെങ്കിൽ 1-2 മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ 1-2 വർഷത്തിനുള്ളിൽ തന്നെ അവർ പറയും പാർട്ടി ഞങ്ങൾക്ക് ജോലി തരണം എന്നാണ് പറയുക. അല്ല, സ്വാഭാവികമായിട്ടും പാർട്ടി ഫുൾ ടൈമായി നിൽക്കുന്നവർക്ക് പാർട്ടി സ്ഥാപനങ്ങളൊക്കെ ജോലി കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല, അതിനകത്തും തെറ്റുള്ള കാര്യമല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ ഒരു നിലപാട് എന്തായിരുന്നു വെച്ചാൽ, ഇപ്പോൾ ഈ 2.5 പതിറ്റാണ്ട് ആകുമ്പോഴും എൻ്റെ നിലപാടെന്ന് വെച്ചാൽ എനിക്ക് ഒരു പാർട്ടി സ്ഥാപനത്തിൽ ഒരു ജോലിക്ക് വേണ്ടിയല്ല ഞാൻ പാർട്ടിയിൽ വന്നതുകൊണ്ട് തന്നെ ഞാനത് സ്വീകരിക്കാനും തയ്യാറല്ല. ഇപ്പോൾ ഞാൻ വേണ്ട എന്നേ പറയുള്ളൂ, ഞാനതിനെ സ്വീകരിക്കാൻ ആദ്യമേ തയ്യാറല്ല. അല്ല, എൻ്റെ കുടുംബാംഗങ്ങൾ, ഞാൻ ഫുൾ ടൈമർ ആയി കഴിഞ്ഞാൽ എൻ്റെ ഒരു കുടുംബത്തിലൊരാൾക്കാണ് ജോലി കൊടുക്കേണ്ടത്, അങ്ങനെയാണ് പാർട്ടി രീതി. അതിനും ഞാൻ തയ്യാറല്ല. ഞാൻ അത്തരം കാര്യങ്ങളോട് താല്പര്യപ്പെടുന്ന ഒരാളല്ലാത്തതുകൊണ്ട് തന്നെ ഇത്രയും കാലത്തിനിടയിൽ ഞാനങ്ങനെ ഒരു കാര്യം ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ വേണം, നമുക്ക് ജീവിക്കണം. അപ്പം ഫുൾ ടൈം ആവുക, ഞാൻ ഫുൾ ടൈമായിട്ട് കുറേ കാലം പ്രവർത്തിച്ചല്ലേ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് തുച്ഛമായിട്ടുള്ള ഒരു പാർട്ടി നൽകുന്ന ഒരു തുകയാണ്. ആ തുക കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യും. അത് ചിലപ്പോൾ ഞാൻ കാർഷിക മേഖലയിൽ ഇടപെട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാർഷിക മേഖലയൊക്കെ ഇടപെടുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ദൈനംദിനം നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് ഇത് ചെയ്യുന്ന സ്ഥലത്ത് പോകണം, അല്ലാണ്ടൊന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാനൊരു 4-5 വർഷത്തിലധികം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞാൻ ജില്ലാ സെൻറ്ററിൽ വീണ്ടും ഫുൾ ടൈമായി നിൽക്കുന്ന സമയത്ത് അത് നമുക്ക് പറ്റില്ല, നമ്മൾ ദിവസം വീട്ടിൽ പോകുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ദൈനംദിനമായി ബന്ധപ്പെടാതെ നമ്മളൊരു ചെറിയ പൈസ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളോ ഒക്കെ ചേർന്ന് ഒരു പൈസ ഇട്ടാൽ അതിനകത്ത് നമുക്കൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം, നല്ലൊരു തരത്തിൽ പോകുന്നൊരു കാര്യം. അങ്ങനെ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംരംഭം. അതവിടെ നല്ല നിലയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നല്ല നിലയിൽ വിജയിച്ചൊരു സംരംഭമാണ്. അപ്പം ഈ പറഞ്ഞ കക്ഷികൾ തന്നെ, ഈ പറഞ്ഞ ആളുകൾ തന്നെ എന്നെ എതിർക്കാൻ വേണ്ടി പാർട്ടിക്കകത്തും ഈ കാര്യം കൊണ്ടുവന്നിരുന്നു പല തവണ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പാർട്ടി എന്നോട് ചോദിച്ചു എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങളെന്ന് ചോദിച്ചു. ഞാനത് പേപ്പറിൽ എഴുതി പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മുമ്പായി കൊടുത്ത കാര്യമാണ്. അതവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ ഒന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ്. ഇത് 2016 ഞാൻ ഈ സംരംഭത്തിൻ്റെ ഭാഗമാകുന്നത്. എനിക്ക് തോന്നുന്നു 2018 2019 ആ സമയത്തായിരിക്കും ഈ ഇഷ്യൂ ഇങ്ങനെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി ഈ ചില ആളുകൾ ഉയർത്തിയത്. ഈ പറഞ്ഞ എന്തിനു വേണ്ടി ഉയർത്തിയെന്നറിയോ, ഞാൻ ഈ കൊട്ടേഷൻകാർക്കെതിരെ പറഞ്ഞെന്നുള്ളതുകൊണ്ട്. 2016 ഞാനിത് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഈ വിഷയം ഇവർ ഉന്നയിച്ചത്. അപ്പം ഞാൻ ഈ പാർട്ടിക്ക് ഇത് എഴുതി കൊടുത്തു, വിശദമായി എഴുതി കൊടുത്തു എന്തൊക്കെയാണെന്നുള്ളത്. പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടു. ആ കാര്യം അവിടെ അവസാനിച്ചതാണ്. അവിടെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ എഴുതി കൊടുത്ത് അവസാനിച്ചൊരു കാര്യം ആണിപ്പോൾ ഈ 2024 അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ്ടും കൊട്ടേഷൻകാർക്ക് അനുകൂലമായി തരംഗം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പ്രതിപാദിച്ചത്. എന്തൊരു അത്ഭുതകരമായ കാര്യമാണ്. ഇപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു കാരണത്തിൻ്റെ ഭാഗമോ ഇതൊന്നുമല്ല, ഞാൻ പുറത്തേക്ക് പോകുന്നത് അതൊന്നുമല്ല. അപ്പോൾ അതിനെല്ലാം മറച്ചു വെച്ച് ഇയാളൊരു തെറ്റായ ആളാണെന്ന് എന്നെ ചിത്രീകരിക്കാൻ വേണ്ടി, ഞാൻ പോയത് വേറൊരു കാര്യത്തിനാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അസൽ കൊട്ടേഷൻകാരുടെ പണിയാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എടുത്തത്. തികച്ചും അപക്വമായ, പക്വതയില്ലാത്ത ഒരു പ്രവർത്തനം. അതാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. പലതവണ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ എന്ന് പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ ഈ പക്വതയില്ലായ്മയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി എനിക്ക് പറയാനുള്ളത്. ഈ മറുവാദം ഉന്നയിക്കുന്നത് മനു പറഞ്ഞ ചില കാര്യങ്ങൾക്ക് വ്യക്തതക്കുറവുണ്ട് എന്നുള്ള ആക്ഷേപമാണ്. അത് ശരിയാണോ? എന്താണ് ആ ആക്ഷേപത്തിന് പിന്നിലുള്ള തെളിവുകൾ? വലിയൊരു ആരോപണമാണ് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗവും അദ്ദേഹത്തിൻ്റെ മകൻ തുടങ്ങിയവർക്കെതിരെ ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് മനുവിന് അത് പറയാനുള്ള തെളിവ്? മനു എന്താണ് പറയാനുള്ള ഒരു സാഹചര്യം എന്നൊക്കെയാണ് മറുവശത്തു നിന്നുള്ള ചോദ്യങ്ങളും വിശദീകരണങ്ങളും. സ്വാഭാവികമായിട്ടും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനുള്ള ഈ പാർട്ടിക്ക് പുറത്തായ ചില ആളുകളുടെ അതേ തരത്തിലേക്ക് മനു മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തരത്തിലുള്ള വിശദീകരണം. ഞാൻ ഒരിക്കലും പാർട്ടീനെ പ്രതിസന്ധിയാക്കില്ല. പാർട്ടിക്ക് നേരെ ഞാൻ ഒരു ആരോപണവും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പാർട്ടിയെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞത്. പാർട്ടിക്കകത്ത് പാർട്ടി ഉപയോഗിച്ചുകൊണ്ടും ചില ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയിലൂടെ നേതാക്കളായവരും അല്ലെങ്കിൽ അവരുടെ മക്കളായവരും
അല്ലെങ്കിൽ ഈ പാർട്ടി എന്ന് പറഞ്ഞ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തുന്നവരും ഇവരെല്ലാം ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് എനിക്ക് ഒരു വ്യക്തത കുറവില്ല. അത് കൃത്യമായ ധാരണയും തെളിവുകളും ഒക്കെ അടിസ്ഥാനത്തിലാണ്, ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ ചില കച്ചവടങ്ങൾ അത്തരത്തിൽ അകൻ ഉൾപ്പെടെ നടത്തി, ആ കച്ചവടം എന്താണ്? അങ്ങനെ ഒരു കോപ്പി കച്ചവടം എന്നൊക്കെ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. അതിനി പിന്നീട് പൊതുസമൂഹം അറിയേണ്ട കാര്യമാണ്. ഇപ്പം തന്നെ കുറേ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വഴിയെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാനത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പാർട്ടി നല്ല രീതിയിൽ പരിഗണിച്ച ഒരു യുവജന നേതാവായിരുന്നു താങ്കളെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. മറിച്ച് ഒരു പരിഗണനയില്ലായ്മ ഉണ്ടായി എന്ന് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഈ പരിഗണനയുടെ വിഷയം എവിടെ വരുന്നത്? അതൊരു തെറ്റായ പ്രയോഗം തന്നെയാണ്. ഞാൻ എൻ്റെ ഈ 10-25 വർഷക്കാലം പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായി വരുന്ന കാര്യങ്ങളാണത്. അല്ലാണ്ട് എന്നെ ഒരു പ്രത്യേകമായി പരിഗണിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. 25 വർഷം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്തത്? ഞാൻ ആ പാർട്ടിയിൽ പ്രവർത്തിക്കല്ലേ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മികവിൻ്റെ അടിസ്ഥാനത്തിൽ, കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചതാണ്. അല്ലാണ്ട് എന്നെ പരിഗണിക്കുന്നതല്ല, എനിക്കൊരു ഉത്തരവാദിത്തം ലഭിക്കുന്നതാണ്. അതിനകത്ത് തന്നെ എനിക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പരിഗണിച്ച സ്ഥലങ്ങളെല്ലാം എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പം ഇവിടെ തുറന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അങ്ങനെ പരിഗണിച്ചത്, അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടായിരുന്നോ എന്നൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, അന്നേ ഉണ്ട്. ഇതൊക്കെ പറയുമ്പോഴും അന്ന് ഈ പ്രവർത്തനത്തിലുള്ളപ്പോഴും താങ്കളിങ്ങനെ അരികിലേക്ക് മാറ്റി നിർത്തുന്നു എന്ന് സ്വാഭാവികമായിട്ടും തോന്നിയിട്ടുണ്ട്. പലയിടത്തും അങ്ങനെ അനുഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ടല്ലോ. ജാഥ നിങ്ങളുടെ ഒരു നയിക്കുന്ന കൂത്തുപറമ്പ് ഒക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അതൊക്കെയാണോ ഈ മെല്ലെ ഒരു മൗനത്തിനും പിന്നെ ഈ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പിൻവാങ്ങാനുള്ളൊരു കാരണമായി മാറിയത്? കൂത്തുപറമ്പിലെ ജാഥ അനിവാര്യമായും സംഘടിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ സംഘടിപ്പിച്ചതാണ്. അതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഈ സംഘത്തെ കൊണ്ടുള്ള ശല്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പാർട്ടിക്കും തലവേദനയായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അനിവാര്യമായ ഘട്ടത്തിലാണ് അതൊരു ക്യാമ്പയിനെ പൊതു സമൂഹത്തെ അറിയിക്കണമെന്നുള്ള ക്യാമ്പയിനായി വന്നത്. കാരണം വെച്ചാൽ ഇത്തരം പല സംഭവങ്ങളിലും ഡിവൈഎഫ്ഐയുടെയൊക്കെ പ്രാദേശിക പ്രവർത്തകർ പിടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് സമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പരസ്യമായ കൊട്ടേഷൻ സംഘങ്ങൾ തെരുവിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ കൊട്ടേഷൻ സംഘങ്ങൾ സ്വർണം കടത്ത ടീം ആളുകളെ തട്ടിക്കൊണ്ട് പോകുന്നു, തടഞ്ഞു വെക്കുന്നു, അതിന് വില പേശുന്നു. കണ്ണൂരിൽ പോലീസ് സംവിധാനത്തെ വരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പരിധിവരെ അതിൻ്റെയൊക്കെ ഭാഗമായി ചില സംഭവങ്ങളിലൊക്കെ ഉന്നത പോലീസ് മേധാവികൾ വരെ ഈ പറഞ്ഞ ഇവർക്കനുകൂലമായ നിലപാടെടുക്കുകയും അതിൻ്റെ വലിയ വിവാദങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടാകുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ പല സംഭവങ്ങൾ നടന്ന സമയത്താണ് അതൊരു പൊതു ക്യാമ്പയിനായി വരുന്നത്. അവിടെയാണ് അങ്ങനെ ക്യാമ്പയിൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ക്യാമ്പയിൻ വരുമ്പോൾ ആ ജാഥയെ അതിൽ പോകാൻ പാടില്ല. ഒരു പ്രത്യേക സ്ഥലത്തൂടെ ഈ ജാഥ പോകാൻ പാടില്ല, പാർട്ടി മാത്രമുള്ളൊരു സ്ഥലത്ത്. അങ്ങനെയാണ്. അപ്പം നമ്മൾ തീരുമാനിച്ച് ചാർട്ട് ചെയ്ത് നോട്ടീസൊക്കെ അടിച്ച് ബാനറൊക്കെ അടിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞ സ്ഥലം പിന്നെ അത് മാറ്റുക എന്ന് പറയുന്നത് കണ്ണൂർ പോലുള്ള സ്ഥലത്തെ ഡിവൈഎഫ്ഐയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ. അപ്പോൾ അത് ഒരു കാരണവശാലും മാറ്റാൻ ആ റൂട്ട് മാറ്റാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറയും, അതിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ പാർട്ടി മാത്രമുള്ള സ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് നയിക്കുന്ന ജില്ലാ ജാഥയ്ക്ക് അവർ നൽകിയ സ്വീകരണമാണ് ആ പ്രദേശം ഇരുട്ടിലാഴ്ത്തി ഫ്യൂസ് ഊരി അതിന് കൂകി ഒക്കെ ചെയ്തത്. പക്ഷെ പാർട്ടി അതിനോട് അവിടെ ഭയങ്കരമായ പ്രതിഷേധം അതിനകത്തുണ്ടായി. ഇവർക്കെതിരാകുന്നൊരു സമൂഹം ഉണ്ട് അവിടെ. എല്ലാവരും ഇവർക്ക് അനുകൂലം, പക്ഷേ ഇവർ കൂടെ നിർത്തുന്ന കുറേ വലിയ ആളുകളുണ്ട് ആ പ്രദേശത്തൊക്കെ. അപ്പോൾ അവിടെ കൂത്തുപറമ്പ് മേഖലയിലൊക്കെ വലിയ പ്രതിഷേധം, ജില്ലയിലും വ്യാപകമായി പ്രതിഷേധം ഉണ്ടായി, സംസ്ഥാനത്താകെ ഡിവൈഎഫ്ഐക്കാർക്കിടയിൽ പ്രതിഷേധം ഉണ്ടായി. അപ്പം പാർട്ടി നടപടികളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ലോക്കൽ സെക്രട്ടറിയൊക്കെ നീക്കം ചെയ്യുന്ന നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റികൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടപടിയൊക്കെ എടുക്കുകയുണ്ടായി. ഇതൊക്കെ മനമടുപ്പിക്കലിനും പിൻവാങ്ങലിനൊക്കെ കാരണമായി മാറിയിട്ടുണ്ട്. ഈ പിരിച്ചുവിട്ടയാളെ 3 മാസം കൊണ്ട് വീണ്ടും അവർ തിരിച്ചെടുപ്പിച്ചു. അത് വേറെ കാര്യം. അവരത് ആഘോഷമാക്കി. അന്ന് രാത്രി ലോക്കൽ സെക്രട്ടറിയെ തിരിച്ചെടുത്ത ദിവസം അവരവിടെ ആഘോഷം നടത്തി. ഇങ്ങനെയൊക്കെ പടക്കം പൊട്ടിച്ച് ആഘോഷമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ
അല്ല എനിക്ക് ആ കാര്യത്തിൽ അതൊക്കെ ഇതിൻ്റെ ഒരു തുടർച്ചയാണ്. കുറേ നാളായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ എനിക്കെതിരെ എത്ര സൈബർ ആക്രമണങ്ങൾ നടത്തി, എന്തെല്ലാം പറഞ്ഞ്, എന്തെല്ലാം തരത്തിൽ. ഒരു ഘട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കൂടി ഉപയോഗിച്ചുകൊണ്ട് നമുക്കെതിരായി ഗൂഢാലോചന നടത്തും. ഞാനതൊരു പരാതിയായിട്ട് കൊടുത്തല്ലോ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് എനിക്കെതിരായി ഗൂഢാലോചന നടത്തി കൈകാര്യം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ നമ്മുടെ മുമ്പിൽ ഭയങ്കര കൃത്യമായ തെളിവോടുകൂടി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളിൽ പോലും അതൊന്നും എന്നെ വേദനപ്പെടുത്തി ഇല്ല എന്നുള്ളതല്ല. പക്ഷെ അതൊന്നും ഇതിൻ്റെ ഒരു ഈ ഘട്ടത്തിലേക്ക് വന്ന ഇത് തുടർച്ചയായി വന്ന പല കാര്യങ്ങളുടെയും ഭാഗമായി അവസാനം നമ്മൾ രേഖാമൂലം കൊടുക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ ഞാൻ കൊടുത്ത പരാതി 1 വർഷമല്ലേ കണ്ണൂർ DC-ക്കകത്തിരുന്നത്. പിന്നെ ഞാൻ സംസ്ഥാന സെക്രട്ടറിമാർ ഉൾപ്പെടെ സെക്രട്ടറിയും സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് ഉൾപ്പെടെ ഇരിക്കുന്ന കമ്മിറ്റിക്കകത്ത് പിന്നെയും എഴുന്നേറ്റത്ത് ചോദിച്ചപ്പോഴല്ലേ അതിനകത്തൊരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായത്. അതുവരെ ഒന്നും ആ 1 വർഷമായിട്ട് ആ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ആ DC-ക്കകത്ത് സാധിച്ചില്ലല്ലോ. ഞാൻ ഈ 1 വർഷം എങ്ങനെയാണ് പ്രവർത്തിച്ചത്? അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ എനിക്കെങ്ങനെയാണ് ഒരു ആത്മാർത്ഥമായി മനസ്സ് കൊടുത്ത് പ്രവർത്തിക്കാൻ കഴിയുക? അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്. പിന്നീട് അത് അന്വേഷിക്കാൻ ഈ പറഞ്ഞ പോലെ നിർബന്ധിതമായപ്പോൾ ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ എന്ന് പറയുന്നത് എനിക്ക് ആ കമ്മീഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് കമ്മീഷൻ കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത്. ഇത്രയും സീരിയസ് ആയൊരു കാര്യം അന്വേഷിക്കുക ഒരു ഏകാംഗ കമ്മീഷനെ. അതുമാത്രമല്ല, കമ്മീഷൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള മൊഴികൾ, ആ മൊഴികൾ ഒക്കെ വളരെ രസകരമാണ്. ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെ നടപടി എടുക്കേണ്ടതാണ്. പക്ഷെ ആ മൊഴികളെല്ലാം വിഴുങ്ങുകയാണ് ചെയ്തത്. മൊഴികളുണ്ട്, അതൊരു ഫാക്റ്റ് അവിടെ വന്നു. പക്ഷെ ആ ഫാക്റ്റൊക്കെ അവിടെ നിൽക്കുമ്പോഴും എന്തില്ല, തീരുമാനമൊന്നുമില്ല. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് തോന്നുന്നു പാർട്ടി എടുത്ത ചില തീരുമാനങ്ങൾ, അല്ലെങ്കിൽ പാർട്ടിയുടെ എന്ന പേരിൽ ഇപ്പോഴും പറയപ്പെടുന്ന ചില തീരുമാനങ്ങളൊക്കെ ഒരു പ്രാകൃതമായ ഇടപെടലായി, പാർട്ടി കുറച്ച് മാനുഷികമായ ഇടപെടൽ കുറഞ്ഞു അതിലൊക്കെ. അങ്ങനെയുള്ള വ്യക്തിപരമായ എന്ന് തോന്നുന്ന തരത്തിലുള്ള സ്വയം വിമർശനങ്ങൾ ഉൾപ്പെടെ ഈ അടുത്തിടെ പറയുകയുണ്ടായല്ലോ. അത് അന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്താൻ കഴിഞ്ഞിരുന്നോ? എന്തായിരുന്നു അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ അന്ന്? അല്ല, നമ്മൾ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സംഘടനയ്ക്കകത്തെ CPM-നകത്ത് ഒരുപാട് തവണ ഈ തിരുത്തൽ നടപടി ഇപ്പോൾ ഉള്ളതൊന്നുമല്ല. തിരുത്തൽ ചർച്ചയൊക്കെ ഒരുപാട് തവണ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പല ചർച്ചകളും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതിന് പ്രായോഗികതയിലേക്ക് വരുമ്പോഴേക്കൊന്നും അതൊന്നുമില്ല. ചർച്ചകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത ഇതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ അങ്ങനെ ഒരു കുറ്റബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമം, ഒരു ശരികേടുണ്ട് എന്ന് തോന്നാനുള്ള ഒരു സാഹചര്യം എന്താ? ഇതല്ല ഒരു പാർട്ടിയുടെ രീതി എന്ന്. അതെ അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഈ സ്വർണ്ണക്കടത്തുകാരും സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻകാരും ഇവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തൊക്കെയോ പ്രതിരോധ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം സംഘടിപ്പിച്ചവരാണ്, ത്യാഗം സഹിച്ചവരാണെന്നൊക്കെയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നടത്തിയ ഈ പ്രതിരോധമൊന്നും ഈ ത്യാഗമൊന്നും ഇതൊന്നും പ്രതിരോധങ്ങളല്ല, വൈദ്യുതമാണ് എന്ന് ഞാൻ പറയാൻ കാരണം ആണ്. ഇത് അത്തരത്തിലുള്ള പ്രതിരോധങ്ങളൊക്കെ എങ്ങനെ ത്യാഗങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നത്? അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ആവേശഭരിതരാക്കുന്ന ഒരു സമൂഹമുണ്ട് താഴെ ഇവരുടെ ഉള്ളിൽ. അവിടെയാണ് അപകടം നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ക്യാമ്പസുകൾക്കകത്ത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച്. അത് ഇതിൻ്റെ വേറൊരു രൂപമാണത്. എന്നുവെച്ചാൽ ഈ ഒരു ലെയറിനെയാണ് ഇവരൊക്കെ റോൾ മോഡലായി എടുക്കുന്നത്. ഈ ആവേശക്കാരെ ഈ കുറച്ച് എന്തെങ്കിലും ചുവപ്പിൻ്റെ സിമ്പലും അല്ലെങ്കിൽ കുറച്ച് ഈ പറഞ്ഞ ഫേസ്ബുക്കിനകത്ത് എഴുതുന്ന കുറേ വിപ്ലവം തോന്നിക്കുന്ന കുറച്ച് വാക്കുകളും ഒക്കെയാണ്, അല്ലെങ്കിൽ ആവേശകരമായ മുദ്രാവാക്യം വിളിക്കുന്നത്. ഈ കൊട്ടേഷൻകാരൊക്കെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ അവിടുത്തെ രക്തസാക്ഷി ദിനങ്ങൾക്ക് പോവും. ഇവരൊക്കെ ഈ പാർട്ടി തള്ളിപ്പറഞ്ഞ് പറയുന്ന ഘട്ടത്തിലും ഇവരവിടുത്തേക്ക് ചില രക്തസാക്ഷി ദിനങ്ങൾക്ക് മാത്രമേ ഇവർ പോവും. എന്നിട്ട് ഇവർ തന്നെ ക്യാമറ സെറ്റ് ചെയ്യും. എന്നിട്ട് ഇവർ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കും. ഇവർ കൂട്ടിക്കൊണ്ട് വരുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവരുടെ നടുക്ക് നിന്നിട്ട് ഇവൻ മുദ്രാവാക്യം വിളിക്കും. എന്നിട്ട് ഇവർ ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഇവർ തന്നെ ഇത് പ്രചരിപ്പിക്കും. അപ്പോൾ ഇതെവിടെ ലോകത്തെമ്പാടും പോവും, ഇവർ തന്നെ പ്രചരിപ്പിക്കും. അപ്പോൾ ഇവരുടെ ഈ കുട്ടികളുടെ ഈ ചെറുപ്പക്കാരുടെ ധാരണ എന്ന് പറയുന്നത് ഈ വളർന്നു വരുന്ന നമ്മുടെ തലമുറയുടെ ധാരണ എന്ന് വെച്ചാൽ ഇവരൊക്കെ അതിഭയങ്കരമായ വിപ്ലവകാരികളാണ് എന്നുള്ളതാണ്. എന്താ ഇവരുടെ ലക്ഷ്യം? എന്താ
ഇവർക്ക് ഇതിന് മറവേണം. ഇവർ ചെയ്യുന്ന ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മറയുണ്ടാവണം. അതിന് ഈ പറഞ്ഞ അടയാളങ്ങൾ ഉപയോഗിക്കണം. DYFI ഏറ്റവും ആദ്യം ശക്തമായി എതിർത്തതാണ്. നിങ്ങൾ നമ്മുടെ കൊടി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സിമ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ അത് ഞങ്ങൾ സമൂഹത്തോട് തുറന്നു പറയും. നിങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയും എന്നുള്ളതാണ്. അതാണ് അവരെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ പാർട്ടി ശരിക്കും ഒരു പ്രതിസന്ധിയിലായിട്ടില്ല ഇവരെ ഈ കയ്യിൽ വയ്ക്കുന്ന വലിയ സ്ഫോടക സമാനമായ അത് കുറേ വൈകിപ്പോയി എന്നുള്ളത് തിരിച്ചറിയാൻ. കയ്യിലിരിക്കുന്നത് ഇങ്ങനത്തതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നുള്ളത്. അത് മാത്രമല്ല, അതിന് മറ്റു പല ഘടകങ്ങൾ കൂടിയുണ്ട്. ഈ പറഞ്ഞ ചില ആളുകളെ അവരൊക്കെ ഈ സോഷ്യൽ മീഡിയ ആദ്യം മുതലേ പല കാര്യങ്ങൾക്കും ഉപയോഗിച്ച് ഭയങ്കരമായി മുന്നിലെത്തിയവരാണ്. പാർട്ടി പക്ഷേ സോഷ്യൽ മീഡിയ രംഗത്ത് വളരെ പുറകിലാണ് എത്തിയത്. അപ്പോൾ എന്ത് പറ്റി? പാർട്ടി ഇവരുടെ കൂടി സഹായം തേടിയിട്ടുണ്ട് ചില സന്ദർഭത്തിൽ. അതിൽ നിന്നും കുറേ അപകടം സംഭവിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്തു? ഈ പാർട്ടി സംവിധാനത്തിൻ്റെ സംഘടനാപരമായ പാർട്ടി നെറ്റ്വർക്കിനെ ഇവരങ്ങ് ഉപയോഗിച്ചു. ഇവരുടെ കയ്യിൽ എന്തുണ്ട്? സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇവർ ഈ സഹായം മേടിച്ചു കഴിഞ്ഞപ്പം ഈ പാർട്ടി നെറ്റ്വർക്കിനെ ഇതിനുവേണ്ടി ഉപയോഗിച്ചു. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. ആ പാർട്ടിക്ക് പിന്നീടാണ് പിന്നെ തിരിച്ചറിഞ്ഞത്. പിന്നെ അപ്പോഴത്തേക്കും വളരെ വൈകിപ്പോയി എന്നുള്ളതാണ്. ഈ മനുവിൻ്റെ പറച്ചിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മനു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് സ്വാഭാവികം ഒഴിവാക്കപ്പെടുന്നു, പാർട്ടിയിൽ നിന്ന് മെമ്പർഷിപ്പിൽ നിന്ന് പോകുന്നു എന്നൊക്കെ ഉള്ളത് സ്വാഭാവിക നടപടിയാണ്, മനു തന്നെ സമ്മതിച്ചതാണ്. പക്ഷേ എന്നാൽ ചില കാര്യങ്ങൾ പറയുന്നു, വീണ്ടും വീണ്ടും മറുപടികൾ പറയുന്നു, ഒക്കെ ചില പ്രത്യേക ആളുകളുടെ താല്പര്യപ്രകാരമാണ്, പാർട്ടിയിൽ തന്നെയുള്ള മറ്റു ചില നേതാക്കന്മാരുടെ പിന്തുണയോടെയാണ് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളും ആക്ഷേപങ്ങളൊക്കെ വരാറുണ്ട്. അല്ല, അതൊന്നും ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞതല്ലല്ലോ. അതായത് ഈ പറഞ്ഞ കഴിഞ്ഞ ഈ അടുത്ത കാലത്തുണ്ടായ ചില പ്രത്യേക വിഭാഗമാണല്ലോ ഈ രാഷ്ട്രീയ നിരീക്ഷകർ എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകളിൽ വന്നിരിക്കുന്നവർ. അവർ പറഞ്ഞതല്ലേ. അവർക്ക് കൃത്യമായ താല്പര്യം ഉണ്ടാവും എന്തെങ്കിലും ആരെങ്കിലും. അവർക്ക് ഈ പറഞ്ഞ ചില ആരാധനാ പുരുഷന്മാരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ ചിലപ്പോൾ അക്കൂട്ടത്തിൽപ്പെട്ടതായിരിക്കും. അങ്ങനെ ആരാധനാ പുരുഷന്മാർക്ക് നേരെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ അവർക്കന്നപ്പോൾ അത് തിരിച്ച് വളച്ചൊടിച്ച് വേറെ തരത്തിലൊക്കെ പറയാൻ വേണ്ടി തോന്നും. എനിക്കങ്ങനെ ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ല. ഞാൻ ആരുടെയും നാവായി നിൽക്കാനും ആഗ്രഹിക്കുക. അങ്ങനെ നാവായി നിൽക്കണമെങ്കിൽ എത്രയോ കാലം മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഇതൊക്കെ. ഇപ്പോഴാണോ? ഞാൻ കേവലം നിശബ്ദമായി ഈ രംഗത്തു നിന്ന് മാറി നിൽക്കുക. നിശബ്ദതയെ ഒരു സമരമാക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. കാരണം വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് നിശബ്ദമായി എന്നുള്ളത് എന്നെ അറിയുന്നവരല്ലേ സമൂഹവും അറിയുമല്ലോ. പതുക്കെ പെട്ടെന്നല്ലെങ്കിലും. അങ്ങനെ ഒരു നിശബ്ദതയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി തീരുമാനിച്ച ആളാണ്. പക്ഷേ ഇതൊരു പെട്ടെന്നൊരു ഉണ്ടായ ഒരു സാഹചര്യം, ഉണ്ടാക്കിയ സാഹചര്യമാണ്. അതിൽ നിന്നാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. ഇപ്പോൾ വളരെ സജീവമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വളരെ പെട്ടെന്നാണ് പുറകോട്ട് പോകുന്നത്. ഇപ്പോൾ ഭാവി രാഷ്ട്രീയം, താങ്കൾ പറഞ്ഞ പോലെ എഴുത്തുണ്ട്, കൃഷി, മറ്റ് ജീവിതമാർഗ്ഗങ്ങൾ തേടൽ, എങ്ങനെയാണ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടോ പെട്ടെന്ന് ഇങ്ങനെ പിൻവാങ്ങുമ്പോൾ? പെട്ടെന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10-13 മാസമായി ഞാൻ പ്രവർത്തനരംഗത്തില്ലാതായിട്ട്. അതിനു മുമ്പേ ഈ പറഞ്ഞ കുറച്ച് കാലം ഞാൻ പ്രവർത്തിച്ചത് തന്നെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് യാന്ത്രികമായിട്ടാണ് പ്രവർത്തിച്ചത്. കാരണം വെച്ചാൽ ഏതാണ്ട് ഒരു 5-8 മാസം, ഒരു വർഷത്തോളം എനിക്കങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല. എനിക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ 100% ആത്മാർത്ഥമായിട്ടേ പ്രവർത്തിക്കാൻ അറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാറി നിന്ന് ഞാനിപ്പോൾ പുറത്താണുള്ളത്. ഇപ്പോൾ പുതിയ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിച്ചിട്ടില്ല. കോൺഗ്രസും BJP ഒക്കെ താങ്കളെ ക്ഷണിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ സ്വാഭാവികം നമ്മുടെ നാട്ടിലുള്ളൊരു സാധാരണ രീതിയല്ല. ഒരു പാർട്ടി അത്യാവശ്യം നേതാവായി നിൽക്കുന്ന ഒരാളൊക്കെ പുറത്തു വന്നാൽ അവരെ ക്ഷണിക്കുക എന്നൊക്കെയുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. ഞാനതിനൊക്കെ അങ്ങനെ കാണുന്നുള്ളൂ. അവർക്ക് അവകാശമുണ്ട് അങ്ങനെ ക്ഷണിക്കാൻ. ജനാധിപത്യ പുലരുന്നൊരു സ്ഥലമല്ലേ, സ്വാഭാവികമായിട്ടും അവർക്കതിനുള്ള അവകാശമുണ്ട്. ഞാനതിനകത്ത് അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഇതിനൊക്കെ ചേർത്ത് പറയേണ്ടത് ഈ കണ്ണൂരിലെ രാഷ്ട്രീയത്തിന്, കണ്ണൂരിലെ CPMന് അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ ഉള്ളതിന് വ്യത്യസ്തമായി മറ്റൊരു രീതിയാണ് കണ്ണൂരിലെ CPM അത്തരത്തിലാണ് എന്ന ഒരു വിശദീകരണമാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും ന്യായീകരണമായി പറയാറ്. അവിടുത്തെ രീതി, അതിൻ്റെ പശ്ചാത്തലം വേറെയാണ്. ഈ വിശദീകരണങ്ങൾ എങ്ങനെയാണ് മനു അതിനെ എങ്ങനെയാണ് കാണുന്നത്?
അല്ല, കണ്ണൂർ CPM സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പും ഏറ്റവും സംഘടനാപരമായ ശേഷിയുമുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. പിന്നെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ഈ ഒരുപാട് കർഷക സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ട സ്ഥലമാണ്. ഇപ്പം അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിലില്ലേ? ഉണ്ട്, ആലപ്പുഴയുണ്ട്. അതുപോലെ ആലപ്പുഴ പോലെ തന്നെ ഉള്ളൊരു സ്ഥലമാണ് കണ്ണൂരും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ആ സമരങ്ങളുടെ ഒരു കർഷക സമരങ്ങളുടെയൊക്കെ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ജന്മിത്യ വിരുദ്ധ പോരാട്ടങ്ങളുടെയൊക്കെ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് കണ്ണൂരിലെ പാർട്ടി ഉണ്ടാകുന്നത്. അത് എല്ലാ ജില്ലയിലും അങ്ങനെ അത്രമാത്രം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പം അതാണ് അതിൻ്റെ ബേസ്. പിന്നീട് ഉണ്ടായത് എന്താ, ഈ പറഞ്ഞ RSSൻ്റെ ഏറ്റവും ആദ്യത്തേതും പ്രബലവുമായ ശാഖാ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലവുമാണ് കണ്ണൂർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആശയപരമായ സംഘർഷങ്ങളും പിന്നെ അതിനെ തുടർന്ന് അത് കായിക സംഘർഷങ്ങളും ഒക്കെയായി വളർന്നൊരു ജില്ല കൂടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രബലമായ പ്രവർത്തന കേന്ദ്രങ്ങൾ ഒന്നാണ് കണ്ണൂർ. അപ്പോൾ ഇത് എല്ലാ ആശയങ്ങളും ഒരു പ്രബല കേന്ദ്രം എന്നതിൽ സ്വാഭാവികമായത് ആശയവും അതിനുശേഷം അത് ആശയം നടക്കാതെ വരുമ്പോൾ എന്നാൽ ഇനി ഇത് കായികത്തിലൂടെ ശരിയാക്കാമെന്ന് വിചാരിച്ച കുറച്ചാളുകൾ അവരുടെ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായി കണ്ണൂർ അത് വേറെ തരത്തിലേക്ക് ചിത്രീകരിക്കപ്പെട്ടു. ഈ കർഷക സമരങ്ങളുടെയും ജന്മിത്യ വിരുദ്ധ പോരാട്ടങ്ങളുടെയും കോളനി വിരുദ്ധ സമരങ്ങളുടെയും എല്ലാം രൂപം മാറി അത് വേറെ തലത്തിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ ചിത്രീകരിക്കുന്നത് കണ്ണൂരിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ്. കണ്ണൂർ പ്രത്യേകതയുണ്ട്, ഈ പറഞ്ഞ എല്ലാ പ്രത്യേകതയും ഉണ്ട്, അതിലൊരു തർക്കവുമില്ല. കണ്ണൂർ കുറച്ചുകൂടി സീരിയസ് ആയി ഈ പറഞ്ഞ കാര്യങ്ങളെ തീവ്രമായി വൈകാരികതയോടുകൂടി കാണുന്ന ആളുകൾ ഉള്ള സ്ഥലമാണ്. മറ്റുള്ള സ്ഥലത്ത് ഉള്ള ആളുകൾ മോശമായതുകൊണ്ടല്ലേ ഞാനങ്ങനെ പറയുന്നത്. കുറച്ച് വൈകാരികമായിട്ട് ഇത്തരം കാര്യങ്ങളെ എടുക്കുന്ന ആളുകളാണ് കണ്ണൂരിലെ ആളുകൾ എന്നുള്ളതാണ്. കണ്ണൂർ എന്ന് പറഞ്ഞൊരു നാടിൻ്റെ ഒന്നും ഒരു പ്രശ്നവും ഇവിടെ ഉദിക്കുന്നില്ല. ഒരു വിഷയത്തെ അല്ല ഒരു പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ഇൻട്രസ്റ്റ് ഉണ്ടോ, നിങ്ങളുടെ ഈഗോയുടെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഒരു അനിവാര്യമായി ഉണ്ടാവേണ്ടതായിരുന്നോ എന്നൊക്കെയുള്ള അടിസ്ഥാനത്തിലാണ് ഓരോ വിഷയങ്ങളെയും കാണേണ്ടത്. നമ്മളിങ്ങനെ പൊതുവൽക്കരിച്ചെല്ലാം പറയുന്നിടത്ത് ഇത് പൂർണ്ണമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ആ ശരികേടുകളുണ്ട്. അങ്ങനെ പൊതുവൽക്കരിക്കുന്നതിൽ ശരികേടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും പാർട്ടി വലിയ തരത്തിലുള്ള തെറ്റുതിരുത്തലിനുള്ള നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമല്ലായിരുന്നു എന്ന് പറഞ്ഞു. അത്ര സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല, മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ അന്ന് നടത്തിയ പാർട്ടിയുടെ തന്നെ ചില ക്യാമ്പയിനുകളൊക്കെ പാർട്ടിക്ക് ആയി എന്ന് തോന്നുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ? പ്രത്യേകിച്ച് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ അത്തരം വിഷയങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ ചില ക്യാമ്പയിനുകളൊക്കെ. അത് ചില കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊരു വേണ്ടി നടത്തപ്പെട്ടതാണ് എന്നൊരു ബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെയും ചെയ്യണം. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം പലസ്തീൻ വിഷയത്തിൽ ലോകത്താകമാനം അഭിപ്രായമുണ്ട്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചും ആദ്യകാലം മുതൽ തന്നെ പലസ്തീൻ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ നിലപാടുണ്ട്. പക്ഷേ ഈ പലസ്തീൻ വിഷയം നടക്കുന്ന ഘട്ടത്തിലാണ് പലസ്തീനിൽ ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ കടന്നാക്രമണവും 10,000-കണക്കിന് മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പം ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു പ്രത്യേകമായ ഒരു പലസ്തീൻ കാര്യമെടുത്ത് ഉയർത്തിക്കൊണ്ട് നടത്തേണ്ട കാര്യമില്ല. അത് ആളുകളിൽ തെറ്റായ മെസ്സേജാണ് കൊടുക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പലസ്തീൻ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട് പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളെല്ലാം ഈ പറഞ്ഞ പോലെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന റോഡ് ഷോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ CAA വിഷയത്തിൽ തന്നെ കുറച്ച് കടന്നുപോയി എന്നുള്ള വിലയിരുത്തൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ക്യാമ്പയിനുകൾ. അല്ല, ആ ക്യാമ്പയിനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ആ ക്യാമ്പയിൻ കറക്റ്റ് സമയത്ത് തന്നെയാണ് നടന്നത്. അത് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല സമരം നടന്നത്. അത് കറക്റ്റ് സമയത്ത് തന്നെയാണ് നടന്നത്. അത് നടത്തിയ രൂപങ്ങൾക്കും തെറ്റില്ല. പക്ഷേ അതിന് തുടർച്ചയൊന്നും കാര്യമായിട്ട് പിന്നീട് ഉണ്ടായില്ല. അത് അവിടെ കൊണ്ട് കഴിഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രകടനപരത കൂടുന്ന രീതിയാണ് ചിലപ്പോൾ ഉണ്ടാകുന്നത്. അതായത് ഈ പാലസ്തീൻ വിഷയത്തിന് എനിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് തോന്നിയൊരു കാര്യം അതാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിന് ഉറച്ചു നിൽക്കുക, അതിന് ക്യാമ്പയിൻ ചെയ്യുക. അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു കൂടുതൽ പ്രകടനങ്ങൾ ചെയ്യുമ്പോഴാണ് ആളുകളൊരു തെറ്റായ
സന്ദേശം ഉണ്ടാകുന്നത്. ഈ പിൻവാങ്ങൽ എഴുത്തിലേക്ക് വല്ലാതെ തിരിച്ചു വരാനുള്ള പ്രേരണ സ്വാഭാവികമായിട്ടും നൽകാവുന്ന ഒരു ഇടവേളയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഇപ്പോൾ എഴുത്തിൻ്റെ കാര്യമൊക്കെ? ഞാൻ അതെന്താ വെച്ചാൽ നമ്മൾ ഈ സംഘടനാ രംഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു വായിക്കാൻ പോലും സമയം കിട്ടില്ല. നമ്മളതിൻ്റെ ഇടയ്ക്ക് വളരെ സമയം കണ്ടെത്തിയിട്ടാണ് ഈ വായനയൊക്കെ സ്വാഭാവികമായിട്ട് നടത്തുക. അതങ്ങനെയാണ്. അത് നമുക്ക് അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ CPM പോലെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ വർഗപരിണത സംഘടന DYFI ഒക്കെ പോലെയുള്ള സംഘടനയ്ക്കകത്ത് നിൽക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും സംഘടനാ രംഗത്ത് ഇഴുകിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊന്നും അധികം സമയം നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ മാറി നിന്ന കുറേ സമയത്താണ് കൂടുതൽ വായിക്കാനും എഴുത്തൊക്കെ തുടങ്ങിയത്. അങ്ങനെയാണ് കുറച്ച് കഥകളൊക്കെ ഇങ്ങനെ പ്രസിദ്ധീകരിച്ച് വന്നത്. എന്തായാലും ഞാൻ കുറേ കൂടെ കഥകൾ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പുസ്തകമൊക്കെ ആക്കി ഇറക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ വിശാലതയല്ല ഇപ്പോൾ പുറത്തിറങ്ങിയ പാർട്ടിയിൽ നിന്ന് പുറത്തുള്ള മനുവും അകത്തുള്ള മനുവും കഥകൾ എഴുതിയിട്ടുണ്ട്. പുറത്ത് ഞാൻ പ്രവർത്തനത്തിൽ മാറിയതിന് ശേഷമാണ് എഴുതാൻ തുടങ്ങിയത്. കഥകൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. നമ്മൾ പണ്ട് മുതലേ നമ്മുടെ മനസ്സിനകത്ത് കഥകളിങ്ങനെ നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അത് പക്ഷേ എഴുതാനുള്ളൊരു മനസ്സും അതിനുള്ളൊരു സാഹചര്യവും അന്തരീക്ഷവും രൂപപ്പെട്ടത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഇപ്പോൾ എഴുതിയെന്നേ ഉള്ളൂ. ഈ പാർട്ടിയിലെ ഈ ശരികളും ശരികേടുകളൊക്കെ എഴുത്തിൽ ഇനി ഭാവിയിലുള്ള എഴുത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുമോ? അല്ല, ഞാൻ അങ്ങനെ കാണുന്നില്ല. ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു കഥ എഴുതണം എന്ന് ഞാൻ അങ്ങനത്തെ കഥ ഇതുവരെ എഴുതിയിട്ടില്ല. ഇപ്പോൾ ഒരു 8-10 കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലൊന്നും ഇങ്ങനത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളില്ല. ഞാൻ കുറച്ചുകൂടി ഫിക്ഷനുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊരു കഥാപരിസരം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ അതൊന്നും എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ഒരു വലിയ എഴുത്തുകാരനൊന്നുമല്ലോ. ഞാനിങ്ങനെ ഒരു എഴുത്തിൽ ഞാൻ തുടങ്ങുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ എഴുതാൻ പറ്റിയാൽ അങ്ങനെ എഴുതാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ വളരെ ഈ താങ്കൾക്കെതിരെ വലിയ ആക്ഷേപം ഉന്നയിച്ച ആളുകൾ ഉൾപ്പെടെ പറയുന്ന സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ ത്യാഗപൂർണമായ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ വന്ന വ്യക്തിയാണ് അദ്ദേഹം. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അത് വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തെ ഇപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വാഴ്ത്തുന്നതിൽ ശരികേടുണ്ട് എന്ന് പറഞ്ഞാണ് ഈ വിവാദ എഴുത്തുകൾക്കും സൈബർ യുദ്ധങ്ങൾക്കും ആരംഭം കുറിച്ചത്. അത് അങ്ങനെയല്ല കാണേണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായ ഒരു ശൈലിയുണ്ട്. അല്ല, ശൈലിയല്ല, അവരുടെ ഒരു ഡ്യൂട്ടിയുണ്ട്. അതെന്താ? അത് അവർക്ക് മുമ്പിൽ കിട്ടുന്ന കാര്യങ്ങളെ പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് പാർട്ടിയുടെ സംഘടന രീതിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ മാധ്യമങ്ങൾക്കാവില്ലല്ലോ. അപ്പോൾ മാധ്യമങ്ങളുടെ രീതിക്കനുസരിച്ച് ജീവിക്കുന്നു. ഞാനിപ്പം നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലല്ലല്ലോ ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് സംഘടനാ തത്വങ്ങളും അതിൻ്റെ മര്യാദയും ഞാൻ പാലിച്ചിരുന്നു. ഇപ്പോഴെനിക്ക് എന്നെ സംബന്ധിച്ചോളം അതിൻ്റെ സംഘടനാ തത്വങ്ങൾ പാലിക്കേണ്ട ഭാഗമില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും എന്തുകൊണ്ടാണ് പാർട്ടീനെ ഞാൻ വല്ലാതെ കുറ്റപ്പെടുത്താനോ അതിനെ കടന്നാക്രമിച്ച് പറയാനോ തയ്യാറാകത്ത്? ഞാൻ പ്രവർത്തിച്ചൊരു പാർട്ടിയാണ്. ഞാൻ പ്രവർത്തിച്ചൊരു പാർട്ടിക്കകത്ത് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവാം. ഞാൻ അതിനുള്ളിൽ നിന്നത് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ ചില വ്യക്തികൾ നടത്തുന്ന ഒരു കൂട്ടം വ്യക്തികൾ നടത്തുന്ന, അപ്പോൾ അത് പാർട്ടി ആകമാനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഒരു കൂട്ടം വ്യക്തികൾ നടത്തുന്ന തെറ്റായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഞാൻ പാർട്ടിയല്ല ഞാൻ ഇപ്പോഴും പറയുന്നത്. അപ്പം പാർട്ടി എന്ന് പറയുന്നത് ഒരു ബോധ്യമാണ് എല്ലാവരുടെയും. അതുകൊണ്ടാണ് പാർട്ടിക്കെതിരായി പാർട്ടിയെ തകർക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് പാർട്ടി എന്ന് പറയുന്നത് ബോധ്യമാണ്, ഒരു വസ്തുവല്ല, ഒന്നുമല്ല. അതുകൊണ്ട് ഞാൻ ആ ബോധ്യത്തെ പൊതുസമൂഹത്തിനുള്ളിൽ തകർക്കുന്ന കാര്യങ്ങളിലേക്ക് വരുന്നില്ല. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ചിലരെക്കുറിച്ചുള്ള ബോധ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അത് പാർട്ടിയും വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ പാർട്ടി ബോധ്യം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം നന്ദി.